ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ന് ലോകകപ്പ് 2026 ഫുട്ബോൾ ലോകകപ്പ് തുടങ്ങാൻ ഇനി ഒരൊറ്റ ആഴ്ച 7 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ജൂൺ 11 തുടങ്ങുന്നത്. അപ്പോൾ ഈ ലോകകപ്പിൻ്റെ പ്രധാനപ്പെട്ട ചില കണക്കുകൾ, രസകരമായ ചില കണക്കുകൾ, ചില കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഈ ലോകകപ്പിൽ 1248 കളിക്കാരാണ് കളിക്കുന്നത്. മറ്റൊന്ന് 48 ടീമുകളുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രായം കൂടിയ താരം ക്രെയ്ഗ് ഗോർഡൻ എന്നാണ്. ക്രെയ്ഗ് ഗോർഡൻ സ്കോട്ട്ലൻഡിൻ്റെയാണ് ആ താരം. ആ താരത്തിന് 43 വർഷവും 126 ദിവസമാണ് പ്രായം. 43 വർഷവും 126 ദിവസമാണ് പ്രായം. ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഗിൽബർട്ടോ മോറയാണ്. ഗിൽബർട്ടോ മോറ, ആ പയ്യൻ്റെ പ്രായം എന്ന് പറയുന്നത് 17 വർഷവും 240 ദിവസമാണ്. 17 വർഷവും 240 ദിവസവും. മെക്സിക്കോ ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. മെക്സിക്കോയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. 40 വയസ്സിന് മുകളിൽ 7 കളിക്കാരുണ്ട് ഈ ലോകകപ്പിൽ. 20 വയസ്സിന് താഴെ 22 കളിക്കാർ. അതായത് 40 വയസ്സിന് മുകളിൽ 7 കളിക്കാർ, 20 വയസ്സിന് താഴെ 22 കളിക്കാർ. ലോകകപ്പ് ഒരിക്കലെങ്കിലും ലോകകപ്പ് ജയിച്ചിട്ടുള്ള കളിക്കാർ എന്ന് പറയുന്നത് 22 ഈ ലോകകപ്പിൽ കളിക്കാൻ വരുന്നത് 22 കളിക്കാരാണ് ഒരിക്കലെങ്കിലും ലോകകപ്പ് ജയിച്ചിട്ടുള്ളവർ. മറ്റൊന്ന്, ഒരു ലോകകപ്പെങ്കിലും കളിച്ചിട്ടുള്ളവർ. മറ്റത് ജയിച്ചിട്ടുള്ളതാണ്. ഇത് ഒരു ലോകകപ്പെങ്കിലും കളിച്ചിട്ടുള്ളവർ 357. 357 ആദ്യ ലോകകപ്പിനെത്തുന്നവരുണ്ട്. ഇതിൽ നല്ലൊരു ശതമാനം ആദ്യ ലോകകപ്പിനെത്തുന്നവരാണ്. 891 പേരാണ് ആദ്യത്തെ ലോകകപ്പിനെത്തുന്നത്. 891 പേർ, നല്ലൊരു ശതമാനം ആദ്യ ലോകകപ്പിനെത്തുന്നവരാണ്. പിന്നെ ലോകത്താകമാനം പല പ്രശസ്തരായ ക്ലബ്ബുകളുമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കളിക്കാർ വരുന്ന ക്ലബ്ബ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ക്ലബ്ബിൽ നിന്നാണ്. മാഞ്ചസ്റ്റർ സിറ്റി ക്ലബ്ബിൽ നിന്നുള്ള 19 പേരാണ് ഈ ലോകകപ്പിൽ കളിക്കുന്നത്. പിന്നെ മറ്റ് ഒരുപാട് രസമുള്ള കണക്കുകളുണ്ട്. 71 രാജ്യങ്ങളിലെ 449 ക്ലബ്ബുകളിൽ നിന്നുള്ള കളിക്കാരാണ് ലോകകപ്പിനെത്തുന്നത്. അതായത് 71 രാജ്യങ്ങളിലെ കളിക്കാർ ഈ ലോകകപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. 449 ക്ലബ്ബുകളിൽ നിന്നാണ്. ഈ 71 രാജ്യങ്ങളിൽ നിന്ന് 449 ക്ലബ്ബുകളിൽ നിന്നുള്ള കളിക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു, മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് 19 പേരാണ്. ജർമ്മൻ ക്ലബ്ബായ ബയേൺ മ്യൂണിക്കിൽ നിന്ന് 18 പേരുണ്ട്. 18 പേര് കളിക്കുന്നുണ്ട്. PSG, ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ജയിച്ച PSG ഫ്രഞ്ച് ക്ലബ്ബാണ്. ഒപ്പം തന്നെ ഇംഗ്ലീഷ് ക്ലബ്ബായ അഴ്സണൽ, ചാമ്പ്യൻസ് ലീഗിൽ ഫൈനലിൽ PSG തോൽപ്പിച്ച അഴ്സണലിനെയാണ്. ഈ രണ്ടിൽ നിന്നും 16 കളിക്കാർ വീതമാണുള്ളത്. അതായത് ചാമ്പ്യൻസ് ലീഗ് ജയിച്ച PSG നിന്നും ഫൈനലിൽ അവർ തോൽപ്പിച്ച അഴ്സണലിൽ നിന്നും 16 കളിക്കാർ വീതമാണ് ലോകകപ്പിനെത്തുന്നത്. സ്പാനിഷ് വമ്പൻ ക്ലബ്ബായ ബാഴ്സലോണയിൽ നിന്നും 15 പേരാണ് ലോകകപ്പ് കളിക്കുന്നത്. 15 പേർ. പിന്നെ സൗദി ക്ലബ്ബ് അൽ ഹിലാലിൽ നിന്ന്, സൗദി, അത് കൂടി ശ്രദ്ധിക്കണം. സൗദി ക്ലബ്ബ് ഫുട്ബോൾ അത്രയൊന്നും വലിയ പ്രചാരമുള്ള സ്ഥലമല്ല സൗദി അറേബ്യ. അല്ലെങ്കിൽ ലോക ഫുട്ബോളിൽ വലിയ പ്രാധാന്യമുള്ളൊരു രാജ്യമല്ല സൗദി അറേബ്യ. ആ സൗദി അറേബ്യയിൽ അൽ ഹിലാൽ ക്ലബ്ബിൽ നിന്ന് 12 പേര് ഈ ലോകകപ്പിൽ കളിക്കുന്നുണ്ട്. ഇത് ഭയങ്കര രസകരമായ ഇങ്ങനത്തെ കുറേ കണക്കുകളാണുള്ളത്. അതുപോലെ പരിശീലകരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗാന കോച്ച് കാർലോസ് കിറോസ് തുടർച്ചയായി 5ാം ലോകകപ്പിനാണ്. അതായത് ഗാനയുടെ കോച്ച് തുടർച്ചയായി 5ാമത്തെ ലോകകപ്പിനാണ് കാർലോസ് കിറോസ് വരുന്നത്. ആദ്യത്തെ തവണ 2010 പുള്ളി വന്നിരുന്നത്. പോർച്ചുഗലിനൊപ്പമായിരുന്നു. തുടർന്ന് ഇറാനെ 3 ലോകകപ്പുകളിൽ പോർച്ചുഗലുകാരൻ നയിച്ചു. ഈ കിറോസ് ആദ്യം പോർച്ചുഗൽ 2010, പിന്നെ 3 ലോകകപ്പുകൾ ഇറാനിൻ്റെ പരിശീലകനായിട്ട്, ഇപ്പോൾ വീണ്ടും ഘാനയുടെ പരിശീലകനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കണക്കുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകളിൽ ഒന്ന്, 3 താരങ്ങൾക്ക് 6ാം ലോകകപ്പാണിത്. 3 താരങ്ങൾക്ക്. ഒന്ന് ലിയണൽ മെസ്സി, പിന്നെ മറ്റൊന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ, അത് കഴിഞ്ഞ് മറ്റൊരാൾ ഒച്ചോവയാണ്, ഗില്ലർമോ ഒച്ചോവ. ഇവർക്ക് 3 പേർക്കും, മെക്സിക്കോയുടെ ഗോൾ കീപ്പറാണ് ഗില്ലർമോ ഒച്ചോവ. ഈ 3 പേർക്ക്, മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ഒച്ചോവയ്ക്കും 6ാമത്തെ ലോകകപ്പാണ്. നിങ്ങൾ ആലോചിക്കണം, കരിയറിൽ 6 ലോകകപ്പ് കളിക്കുക എന്നൊക്കെ പറയുന്നത് എന്തൊരു മഹത്തായ കാര്യമാണല്ലേ.
അപ്പോൾ ഇങ്ങനെ രസകരമായ ചില കണക്കുകളാണ് ഇന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.